അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മരിച്ചവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ചേർക്കട്ടെ. ജീവിതത്തിൽ പണം ചെലവ് ചെയ്യുന്നതിന് കയ്യും കണക്കുമില്ല എന്ന് പറയുന്നൊരവസ്ഥയാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. എന്നാൽ നമ്മൾ അനിവാര്യമായി അനിഷേധ്യമായി ചെലവ് ചെയ്യുന്ന ഒരു രംഗമാണ് കുടുംബം പുലർത്താനുള്ള പണം ചെലവ് ചെയ്യൽ. അതിനൊരു മഹത്വമുണ്ടെന്നും അതുവഴി കിട്ടുന്ന വലിയ പ്രതിഫലത്തെക്കുറിച്ചും ഒക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ തുടർച്ച. അള്ളാഹു നമ്മുടെ അറിവിലും നമ്മുടെ അമലിലും ബറക്കത്ത് ചെയ്യട്ടെ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന വളരെ വിശ്രുതമായ ഒരു ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിക്കുന്നുണ്ട്. സ്വദഖ ചെയ്യുന്നതിന് സമ്പന്നതയുടെ പുറമേ ആവാം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നമ സ്വദഖത്തു അൻ ലഹരി ഗിനൻ, സമ്പന്നതയുടെ പുറമെയാണ് സ്വതക്ക സംഭവിക്കുന്നത്. അതായത് ഒരാൾക്ക് സമ്പത്ത് ഉണ്ടെങ്കിൽ പോലും ഒരു സമ്പന്നനായ മനുഷ്യന് അങ്ങോട്ട് നമുക്ക് സ്വതക്ക ചെയ്യാവുന്നതാണ്. അയാൾ സ്വീകരിച്ചാൽ സ്വതക്കയുടെ കൂലി നമുക്ക് കിട്ടും. ഇനി നമ്മൾ സമ്പന്നനാവണമെന്ന് നിർബന്ധമില്ല. നമ്മൾ കൊടുക്കുന്ന സ്ഥിതിയിൽ നമ്മൾ പാവപ്പെട്ടവനാണ്, എന്നാലും നമുക്ക് ഒരു പാവപ്പെട്ടവൻ പണക്കാരന് സ്വതക്ക ചെയ്യാം, സ്വതക്ക സംഭവിക്കും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ എന്ന പോലെ ഹബീബ് പിന്നെയും പഠിപ്പിച്ചു, എപ്പോഴും മുകളിലെ കൈയാണ് ഉത്കൃഷ്ടമായ കൈ. മുകളിലെ കൈ എന്ന് പറഞ്ഞത് ഇങ്ങനെ കൊടുക്കുന്ന കൈയാണ് മുകളിലെ കൈ. അപ്പൊ താഴെ കൈ വാങ്ങുന്ന കൈ. അപ്പൊ മുകളിലെ കൈയാണ് എപ്പോഴും ഖൈർ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് ഇങ്ങനെ കൊടുക്കുന്ന ശീലം ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഖൈർ ഉണ്ടാവും എന്നാണ് അതിനർത്ഥം. നമുക്ക് ദാനം ചെയ്യുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ നമുക്ക് ഖൈർ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നതാണ് ആ ഹദീസിന്റെ അർത്ഥം. ഇന്നമൽ യദുൽ ഉൽയാ ഖൈറു മിൻ യദിസ് സുഫ്ല വൽ യദുൽ ഉൽയാ ഖൈറു മിനൽ യദിസ് സുഫ്ല. മുകളിലെ കൈയാണ് എപ്പോഴും താഴത്തെ കൈയിനേക്കാളും ഖൈർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ മുകളിലെ കൈയാവാൻ നോക്കണം എപ്പോഴും ദാനധർമ്മങ്ങളിലൂടെ. ഇനി കേട്ടോളൂ, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, അങ്ങനെ മുകളിലെ കൈ കൊടുക്കുന്ന കൈ നിന്റെ കൈയാണ് എങ്കിൽ ആദ്യം കൊടുക്കേണ്ടത് നിന്നോട് കുടുംബമായി നിൽക്കുന്നവർക്കാണ്. ഒരു ഉദാഹരണം പറയാം. 2 വാച്ച് ഉണ്ട്, നമ്മളതിൽ ഒരെണ്ണം ദാനം ചെയ്യുന്നുള്ളത് തീർച്ചയാണ്. അപ്പോഴുണ്ട് നമ്മുടെ അനുജന് അല്ലെങ്കിൽ നമ്മുടെ ജ്യേഷ്ഠനൊരു വാച്ചില്ല, നമുക്ക് ഒരെണ്ണം അങ്ങോട്ട് കൊടുക്കാം, നമ്മുടെ കുടുംബം. അല്ലെങ്കിൽ നമ്മുടെ മകനില്ല, അങ്ങോട്ട് കൊടുക്കാം, കൂലി കിട്ടും. അല്ലെങ്കിൽ വാപ്പാക്കില്ല, അപ്പോൾ വാപ്പാക്ക് കൊടുക്കാം. കൊടുക്കുക എന്നുള്ളതിന് പണം മാത്രമല്ല, എന്തു ആവാം. സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് രേഖപ്പെടുത്തുന്നതായി കാണാം. അതായത് എപ്പോഴും കൊടുക്കുന്ന കൈ എന്ന മുകളിലെ കൈ എന്റേതാവണം എന്ന ആ ഒരു ശ്രമം നമുക്കെല്ലാവർക്കും നിർബന്ധമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മറ്റൊരു ഹദീസ് കണ്ടോളൂ. മഹാനായ സാബിത്തുൽ ബുന്നാനി റഹ്മത്തുള്ളാഹി അലൈഹി, വലിയ മഹാനാണ്. അനസ് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബിയുടെ ശിഷ്യനും കൂടിയാണ് സാബിത്തുൽ ബുന്നാനി. മഹാനവറുകൾ അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും കേട്ട ഒരു ഹദീസ് തന്റെ അനുഭവമായി പങ്കുവെക്കുകയാണ്. അതിന്റെ മുന്നോടിയായി ആരാണ് സാബിത്തുൽ ബുന്നാനി എന്ന മഹാനായ താബിഈ എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. സ്വഹാബിയായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനും ഹദീസ് നിവേദക പരമ്പരയിൽ മിക്കവാറും കാണപ്പെടുന്ന ഒരു മഹാനുമാണ്. അദ്ദേഹം ഹദീസ് ലോകത്ത് വളരെ സ്വീകാര്യനാണ്. അദ്ദേഹത്തിന്റെ ജീവിതം ബസ്റയിലായിരുന്നു. അദ്ദേഹം രാത്രിയും പകലും ഖുർആൻ ഇങ്ങനെ ഓതി ഒരു ദിവസം ഒരു ഖത്മുൽ ഖുർആൻ എന്ന തോതിൽ മിക്കവാറും ഓതുന്ന പതിവുണ്ടായിരുന്നു. ആ മഹാനുഭാവന് പെരുന്നാൾ ദിവസങ്ങളും നോമ്പ് പിടിക്കൽ ഹറാമായ ദിവസങ്ങളും അല്ലാത്ത എല്ലാ ദിവസങ്ങളിലും സുന്നത്ത് നോമ്പുകളായിരുന്നു. അങ്ങനത്തെ ഒരു സാഹിദായ മനുഷ്യനായിരുന്നു. സ്വഹാബിയായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ 40ഓളം വർഷം അദ്ദേഹം ഒരുമിച്ച് കൂടെ ജീവിച്ചിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായി.
ഹിജറയുടെ 127 വർഷം 86 വയസ്സിലാണ് സാബിത്തുൽ ബുന്നാനി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന മഹാനായ താബിഈയായ മനുഷ്യൻ ഈ ലോകത്തോട് വിട പറയുന്നത് റളിയല്ലാഹു അൻഹു. സാബിത്ത് ബിൻ ബുന്നാനി റളിയല്ലാഹു അൻഹു സ്വഹാബിയായ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനല്ലേ, വലിയ സൂഫിയാണ്, മഹാനാണ്. എപ്പോഴും ദുആ ചെയ്യും, അല്ലാഹുവേ ഇൻ കുൻത അഅതൈത അഹദനി സ്വലാത ഫീ ഖബ്രിഹി ഫഅഅതിനി സ്വലാത ഫീ ഖബ്രി. അല്ലാഹുവേ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖബറിൽ നിസ്കരിക്കുമായിരുന്നു. ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടിട്ടുമുണ്ട്, മെഹ്റാജിന്റെ യാത്രയിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ ഖബറിൽ നിസ്കരിക്കാൻ നീ ആർക്കെങ്കിലും അവസരം കൊടുക്കുന്നുവെങ്കിൽ അത് ഈ സാബിത്തിന് തന്നെ, ഈ സാബിത്തിന് തരണം അല്ലാ എന്ന് എപ്പോഴും ദുആരക്കുമായിരുന്നു. പടച്ചോനെ, ഞാൻ മരിച്ച് ഖബറിലെത്തിയാലും ഖബറിലും നിസ്കരിക്കാൻ നീ എനിക്ക് സൗകര്യം തരണം, ഖബറിൽ കിടന്നാലും എനിക്ക് നിസ്കരിച്ചുകൊണ്ട് കാലം കഴിക്കണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത മഹാനായ മനുഷ്യനാണ് സാബിത്തുൽ ബുന്നാനി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകളെ കുറിച്ച് പിന്നീട് പറയുന്നുണ്ട്, ഇന്ന ഹാദിഹി ദഅവ സ്തുജീബത്ത് ലഹു വ അന്നഹു റുഇയ ബഅദ മൗതിഹി യുസല്ലി ഫീ ഖബ്രിഹി. സാബിത്തുൽ ബുന്നാനി റഹ്മത്തുള്ളാഹി അലൈഹി ഖബറിൽ നിസ്കരിക്കുന്നതായി കാണപ്പെട്ടിട്ടുണ്ട്. അത് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. സൂറത്തുൽ മുൽക്കിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇസ്മായിൽ അൽ ഹഖൽ ബറുസവി റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുന്നുണ്ട്, അന്നഹു റആ ബിഐനൈഹി സാബിത്തൻ അൽ ബുന്നാനിയ റഹ്മത്തുള്ളാഹി അലൈഹി യുസല്ലി ഫീ ഖബ്രിഹി. മഹാനായ താബിഈങ്ങളിൽ പ്രമുഖനായ സഈദ് ബിൻ ജുബൈർ തങ്ങൾ പറയുന്നുണ്ട്, സാബിത്തുൽ ബുന്നാനി റഹ്മത്തുള്ളാഹി അലൈഹി മരിച്ച ഖബറിൽ വെച്ച ശേഷം കുറെ നാളുകൾക്ക് ശേഷം ആ ഖബറിന്റെ ഒരു സൈഡ് ഭാഗം ഇടിഞ്ഞു വീണപ്പോ, ആ ഖബറിലേക്ക് അടർന്നു വീണപ്പോ ഖബറിന്റെ ഉൾഭാഗം പുറത്തുനിന്ന് നോക്കിയാൽ കാണാമായിരുന്നു. അന്നേരം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത് ആ ഖബറിന്റെ അകത്ത് മഹാനായ സാബിത്തുൽ ബുന്നാനി റഹ്മത്തുള്ളാഹി അലൈഹി നിസ്കരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ രാവും പകലും ഇങ്ങനെ ഖുർആൻ പാരായണം ചെയ്ത് ദിവസവും ഖത്തം തീർക്കുന്ന ഒരു പതിവുണ്ടായതുകൊണ്ട് ആ മഹാനുഭാവന്റെ ഖബറിലും ഈ ഖുർആൻ പാരായണം ധാരാളം കേൾക്കാമായിരുന്നു. അപ്പൊ അത്രയും വലിയൊരു മഹാനായ മനുഷ്യനാണ് സാബിത്തുൽ ബുന്നാനി റഹ്മത്തുള്ളാഹി അലൈഹി. സ്വഹാബിയായ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാന ശിഷ്യനുമാണ്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ നിന്നും ഒരുപാട് ഇൽമ് കേട്ടിരിക്കാൻ മഹാനവറുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ മഹാനവറുകൾ കേട്ട് പഠിച്ചിട്ടുള്ള ഒരു അറിവ് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാണ് സാബിത്തുൽ ബുന്നാനി റഹ്മത്തുള്ളാഹി അലൈഹി അനസ് റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിനെ ഓർത്തുകൊണ്ട് പറയുകയാ. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നു, ഒരിക്കൽ ഹബീബിൽ നിന്നും അനസ് റളിയല്ലാഹു അൻഹു കേട്ടതായി. എന്താണ് ഹബീബ് എന്ന് പറഞ്ഞത്? ഇന്നല്ലാഹു അസ്സ വജല്ല ഖദ ലമിന ദൈനൽ അബ്ദി തസ്തദാന ഫീ സലാസ. 3 കാര്യങ്ങളിൽ ഈ ഭൂമിയിൽ ആളുകൾ കടം വാങ്ങിയത് ഉണ്ട് എങ്കിൽ ആ കടബാധ്യത പൂർത്തീകരിക്കാതെ മരിച്ചാൽ അല്ലാഹു ആ 3 കാര്യങ്ങളിൽ വാങ്ങിയ കടങ്ങളെ ഏറ്റെടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അനസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയിൽ നിന്ന് കേട്ടിട്ട് ഞങ്ങളുടെ ഇടയിൽ പറഞ്ഞതായിരുന്നു എന്ന് സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹു പറയാണ്. അപ്പൊ 3 കാര്യങ്ങളിൽ ഒരാൾ കടം വാങ്ങിയത് പൂർത്തീകരിക്കാതെ മരിച്ചുപോയാൽ അല്ലാഹു തആല കടം പൂർത്തീകരിക്കും. അതിൽ ഒന്നാമത്തെ കാര്യം ഇതാണ്, ഒരാൾ വ്യഭിചരിക്കുമെന്ന് ഉറപ്പായ സാഹചര്യം അത്രത്തോളം ശരീരത്തെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. അവന് ലൈംഗികമായ തൃഷ്ണ കൂടുതലാണ്. അപ്പോഴുണ്ട് അവന് നിക്കാഹ് കഴിക്കാൻ തീരുമാനിച്ചു, പക്ഷെ മഹർ കൊടുക്കാൻ ഒന്നുമില്ല കയ്യിൽ. അപ്പൊ അങ്ങനെ ഉള്ള ഒരവസ്ഥയിൽ വ്യഭിചാരം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിക്കാഹ് കഴിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അവൻ മഹറില്ലാത്ത നേരത്ത് മഹറിനുള്ളത് കടം വാങ്ങി വന്നാൽ ആ കടം അവന് പൂർത്തീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ, അതൊക്കെ വളരെ വിരളമായി നടക്കാവുന്ന ഒരു കാര്യമാണ്. മഹർ വാങ്ങുക എന്നുള്ളത് വളരെ തുച്ഛമായ മൂല്യമുള്ള എന്തും മഹറാവാവുന്നതാണ്. പക്ഷെ അതിനു പോലും ഇല്ലാത്ത അവസ്ഥയിൽ കടം വാങ്ങി അത് പൂർത്തീകരിക്കാൻ കഴിയാതെ മരിച്ചും പോയാൽ ആ മഹറിന് വേണ്ടി അവൻ കടമായി എടുത്തു. എങ്ങനത്തെ കല്യാണാണ്? ഈ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും തെറ്റിലായി ജീവിക്കേണ്ടി വരുമെന്ന അവസ്ഥയിലാണ് ഈ കല്യാണം കഴിക്കേണ്ടി വന്നത്. അങ്ങനെയുള്ളവന് നിക്കാഹ് നിർബന്ധമാണ്. ആ സമയത്ത് കടം വാങ്ങിയത് വീട്ടാൻ കഴിയാതെ മരിച്ചുപോയാൽ അള്ളാഹു ഖിയാമത്ത് നാളിൽ ഈ കടം കൊടുത്ത ആളെ തൃപ്തിപ്പെടുത്തിയിട്ട് അള്ളാഹു അങ്ങ് തൃപ്തിപ്പെടുത്തി കൊടുക്കും. ഈ കടം വേണ്ടാന്ന് പറയുന്ന അവസ്ഥ വരെ, അതെനിക്ക് വേണ്ട, ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് പറയുന്നവരെ അള്ളാഹു ആ കടം കൊടുത്തവനെ തൃപ്തിപ്പെടുത്തി റബ്ബ് ആ കടം ഏറ്റെടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഏറ്റെടുക്കുന്ന രണ്ടാമത്തെ കടം ലി ഇആനത്തുൽ മുസ്ലിമീന ലിയഖ്റുജ ഇലൽ ഗസ്വി.
സന്നിഗ്ധമായ ഘട്ടത്തിൽ, നിർബന്ധിതമായ സാഹചര്യത്തിൽ മുസ്ലിമീങ്ങൾ യുദ്ധം ചെയ്യൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ ദീൻ നിലനിൽക്കില്ല എന്നൊരവസ്ഥ ഉണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെന്ന് വയ്ക്കാം. അന്നേരം മുസ്ലിമീങ്ങളുടെ ഒരു പൊതു ആവശ്യത്തിന്, യുദ്ധ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരാൾ കടം വാങ്ങി. അവൻ ആ യുദ്ധത്തിൽ മരിച്ചു പോവോ അല്ലാതെ മരിച്ചു പോവോ ചെയ്തു, ആ കടം വീട്ടാൻ കഴിഞ്ഞില്ല. ആ കടം വാങ്ങിയവനെയും അള്ളാഹു കടം ഏറ്റെടുത്തിട്ട് അള്ളാഹു അവനെ പരിരക്ഷിക്കും, അള്ളാഹു ഏറ്റെടുക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമതൊരാള് ഒരു മയ്യത്ത് മറവ് ചെയ്യാനുള്ള കഫൻ പുടവ വാങ്ങാൻ ആരുടെയും കയ്യിൽ പണമില്ല, കഫൻ പുടവയുമില്ല. അങ്ങനെ വന്നപ്പോൾ ഒരു മയ്യത്തിനെ മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയോ പോയി കടം വാങ്ങി കഫൻ പുടവ വാങ്ങി വന്നാൽ ആ കടം പൂർത്തീകരിക്കാൻ കഴിയാതെ അയാൾ മരിച്ചുപോയാൽ ഒരു മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആ കടത്തെ അള്ളാഹു ഏറ്റെടുക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സാബിത്തുൽ ബുന്നാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇത്രയും ഈ 3 കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ഈ 3 കടങ്ങൾ അള്ളാഹു ഏറ്റെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒരിക്കൽ ഇതേ ഹദീസുമായി സാബിത്തുൽ ബുന്നാനി റഹ്മത്തുള്ളാഹി അലൈഹി ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു എന്ന മഹാനായ മറ്റൊരു താബിഈന്റെ മുന്നിൽ ചെന്നു. എന്നിട്ട് ഈ സംഭവങ്ങൾ പറഞ്ഞപ്പോൾ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ സാബിത്തെ, അതിന്റെ കൂടെ കുറച്ചും കൂടി കൂട്ടാനുണ്ട്. അള്ളാഹു ഏറ്റെടുക്കുന്ന മറ്റൊരു കടവും കൂടി 4ാമത്തേതായി ഉണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസിൽ അത് വിട്ടുപോയതാണ്, ഞാനത് വേറെ അറിഞ്ഞിട്ടുണ്ട്. എന്താണ് ആ 4ാമത്തെ കടം? ഒരാൾ തന്റെ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട്, അരിയും ചുല്ലുവാനും വാങ്ങാൻ വേണ്ടിയിട്ട് കടം തൊഴിലാക്കരുത്, കടം വാങ്ങൽ പതിവാക്കരുത്. ചില ആൾക്കാർക്ക് കടം വാങ്ങാനേ ഓർമ്മയുള്ളൂ, അത് കൊടുക്കണ കാര്യം മറന്നുപോവര്. ആ സ്വഭാവക്കാരല്ലേ പറഞ്ഞത്. ഒരാൾ തന്റെ കുടുംബം പുലർത്താൻ വേണ്ടി ഹലാലായത് തിന്നാൻ കൊടുക്കണം. നിർബന്ധിതനായവൻ കടം വാങ്ങേണ്ടി വന്നു. പക്ഷെ ആ കടം പൂർത്തീകരിക്കുന്നതിന് മുമ്പായിട്ട്, കുടുംബത്തിന്റെ ചെലവിന് വേണ്ടി കടം വാങ്ങിയതല്ലേ, അത് പൂർത്തീകരിക്കുന്നതിന് മുമ്പായിട്ട് അവൻ മരിച്ചു പോയാലും അള്ളാഹു ആ കടം ഏറ്റെടുക്കും എന്നതുകൂടി 4ാമത്തെ വിഭാഗമായി റസൂലുള്ളാഹി ഹദീസിന്റെ ചേർത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു മഹാനായ സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. അപ്പൊ നമ്മളിവിടെ 4 കാര്യങ്ങൾ മനസ്സിലാക്കണം. നിക്കാഹ് നിർബന്ധമാണ്, അല്ലെങ്കിൽ വ്യഭിചരിച്ചു പോകുമെന്ന അവസ്ഥയിൽ നിക്കാഹ് കഴിക്കാനുള്ള മഹർ വാങ്ങിയപ്പോ ആ മഹറിനായി എടുത്ത കടം അള്ളാഹു ഏറ്റെടുക്കും, അത് പൂർത്തീകരിക്കാതെ മരിച്ചുപോയാൽ. അതുപോലെ തന്നെ യുദ്ധം നിർബന്ധിതമായ സാഹചര്യത്തിൽ മുസ്ലിമീങ്ങളുടെ പൊതു ആവശ്യത്തിന് വേണ്ടിയിട്ട് കടമെടുത്തതാണ്, അത് നിർവഹിക്കാൻ കഴിയാതെ മരിച്ചുപോയാലും അള്ളാഹു അത് ഏറ്റെടുക്കും. 3ാമത്തേത് മയ്യത്ത് മറവ് ചെയ്യാൻ കഫൻ പുടവ വാങ്ങാൻ ആരുടെയും കയ്യിലൊന്നുമില്ല. അപ്പോഴുണ്ട് ഒരാൾ കടം വാങ്ങി വന്നു, ആ കടം പൂർത്തീകരിക്കാൻ കഴിയാതെ അവൻ മരിച്ചു പോയാലും അള്ളാഹു ഏറ്റെടുക്കും. 4ാമത്തേത് കുടുംബം പട്ടിണിയാണ്, ചെലവിന് കൊടുക്കണം, അതിനു വേണ്ടി പോയി കടം വാങ്ങിയതാണ്. കുടുംബത്തിന് ചെലവിന് കൊടുക്കാൻ വാങ്ങിയ കടം പൂർത്തീകരിക്കാൻ പറ്റാതെ അയാൾ മരിച്ചാലും അള്ളാഹു തആല ആ കടം ഏറ്റെടുക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ കാര്യമൊന്നുമല്ല അത്. എല്ലാ ദിവസവും സ്വഹീഹ് മുസ്ലിമിൽ ഒരു ഹദീസ് ഉണ്ട്, സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്. عن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم ما من يوم يصبح العباد فيه إلا ملكان ينزلان فقال أحدهما اللهم أعط منفقا خلفا وأعط ممسكا تلفا سيدنا رسول الله صلى الله عليه وسلم. സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം ഒക്കെ ഇതേ ഹദീസ് പറയുന്നുണ്ട്. ഓരോ പ്രഭാതത്തിലും, ആദം സന്തതിയുടെ ഓരോ പ്രഭാതത്തിലും 2 മലക്കുകൾ ആകാശത്തിൽ നിന്നും ഇറങ്ങി വരും. എന്നിട്ടൊരു മലക്ക് ദുആ ചെയ്യും, മറ്റേ മലക്ക് ആമീൻ പറയും. നമ്മൾ എപ്പോഴും പറയാറുള്ള ഹദീസ്. 1ാമത്തെ മലക്ക് എന്താ ദുആ എന്നറിയോ? പടച്ചോനെ, ഇന്ന് ചെലവ് ചെയ്ത് നല്ല മാർഗത്തിൽ, നിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്തു, കുടുംബം പുലർത്താൻ വേണ്ടി ഇന്ന് ചെലവ് ചെയ്തവന് നീ അതിന് പകരം കൊടുക്കണമല്ലോ. കുടുംബം പുലർത്താൻ വേണ്ടി ചെലവ് ചെയ്ത ആൾക്ക് നീ പകരം കൊടുക്കണേന്ന് മലക്ക് ദുആ ചെയ്യും, മലക്ക് ആമീൻ പറയും. അല്ലാഹുവേ, ആവശ്യമായത് ചെലവ് ചെയ്യാതെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നവനുണ്ട്, ആർക്കും കൊടുക്കാതെ കെട്ടിപ്പൂട്ടി വെച്ചവൻ. ആ മനുഷ്യന്റെ സമ്പത്തിൽ നീ നാശം കൊടുക്കണേ എന്ന് മലക്ക് ദ്വാരക്കും, മറ്റേ മലക്ക് ആമീൻ പറയും. ഇങ്ങനെ ഇല്ലാത്തൊരു ദിവസവും ഈ ഭൂമി കണ്ടിട്ടില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ ചെറിയ കാര്യമൊന്നുമല്ല ഇത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചുള്ള കുടുംബത്തിന് വേണ്ടി ചെലവ് ചെയ്യുക, കുടുംബക്കാർക്ക് വേണ്ടിയിട്ട്, ഒരു ആശുപത്രി ബില്ലൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട്, മാതാപിതാക്കളുടെ രോഗസംബന്ധമായിട്ടൊരു ആശുപത്രി ബില്ല് വന്നാൽ പ്രത്യേകിച്ച് മക്കൾ തമ്മിൽ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരിതിരിയും.
ചില കുടുംബങ്ങളിൽ അത് മക്കളെല്ലാവരും ഒന്നിച്ച് ചെയ്യും. ചില കുടുംബങ്ങളിൽ സമ്പത്തുള്ള മോൻ പറയും, വാപ്പാടും മാടിയല്ല, അത് ഞാൻ ചെയ്തോളാം, എന്നെ കൊണ്ട് പറ്റും, നിങ്ങളത് ഇടങ്ങാറാവണ്ട എന്ന് പറയും. ഒക്കെ നല്ല കാര്യങ്ങളാണ്. ചിലർ ഉന്തും തള്ളുക, അത് അവർ കൊടുക്കട്ടെ ഇവർ കൊടുക്കട്ടെ. ആശുപത്രിയിലേക്ക് പോയത് ആ വീട്ടിൽ നിന്നല്ല, അപ്പൊ അവരാണത് ചെലവഹിക്കണം. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു, സൽമാൻ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സദഖത്തു അലൽ മിസ്കീനി സ്വദഖ. നമ്മൾ സ്വദഖ ചെയ്യുമ്പോൾ ഇരട്ടിക്കൂലി കിട്ടാനുള്ള വഴി നോക്കിക്കോളൂ. ഇമാം തുർമുദിയുടെ ജാമിഉലുണ്ട് ഹദീസ്. ഒരു കുടുംബക്കാരനല്ലാത്ത മിസ്കീനിന് ഒരു സദഖ നമ്മൾ ചെയ്താൽ അതൊരു സദഖയായി രേഖപ്പെടുത്തുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅലാ ദിർറഹ്മി തിൻതാനി സദഖത്തും വസിലാ. അതൊരു കുടുംബക്കാരനും കൂടിയാണ് ആ സദഖ സ്വീകരിക്കുന്നത് എങ്കിൽ അല്ലാഹു തആല 2 പ്രതിഫലം അവിടെ രേഖപ്പെടുത്തും. ഒന്ന് കുടുംബ ബന്ധം ചേർത്ത പ്രതിഫലം, 2 സ്വദഖ ചെയ്ത പ്രതിഫലം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നികട്ടുള്ള മറ്റൊരു ഹദീസ് ഹബീബ് പഠിപ്പിക്കുന്നു. അൻ മക്ഹൂൽ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല من طلب الدنيا حلالا استعفافا عن المسألة وسعيا على عياله وتعففا على جاره جاء يوم القيامة وجهه كالقمر ليلة البدر. ഖിയാമത്ത് നാളിൽ ചില ആളുകൾ ഇങ്ങനെ മഹ്ശറിലേക്ക് വരുമ്പോൾ ചന്ദ്രൻ ഉദിച്ചതിനേക്കാളും പ്രകാശമുള്ള മുഖവുമായിരിക്കും അവർ മഹ്ശറിലേക്ക് കടന്നു വരാൻ. അള്ളാഹു അതിൽ നമ്മെ പെടുത്തട്ടെ. ചന്ദ്രൻ ഉദിച്ചതിനേക്കാളും നല്ല പ്രകാശപൂരിത മുഖമായി ചില ആളുകൾ മഹ്ശറിലേക്ക് വരും. അവരുടെ പ്രത്യേകത എന്തെന്നറിയുമോ? അവർ ഭൂമിയിൽ കഠിനാധ്വാനം ചെയ്തവരാണ്. ഭൂമിയിൽ അവർ കഠിനാധ്വാനം ചെയ്തവരാണ്. എന്തിനാ അവർ കഠിനാധ്വാനം ചെയ്തത്? മൻ തൊലബദ് ദുനിയാ ഹലാലൻ, ഹലാലായത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കഠിനാധ്വാനം ചെയ്തത്. ഇസ്തിഅഫാഫൻ അനിൽ മസ്അല, മറ്റുള്ളവന്റെ മുന്നിൽ ചെന്നിട്ട് ഇല്ലാതെ പറഞ്ഞ് കൈനീട്ടുന്നതിനേക്കാളും ഭേദമാണല്ലോ പണിയെടുക്കൽ എന്ന് കരുതിയിട്ടാണ് പോയത്. വസ്സഇയൻ അലാ ഇയാലിഹി, മക്കളുടെ പഠനം, വിദ്യാഭ്യാസം, കുടുംബത്തിന്റെ ചെലവ്, വാപ്പയുടെ മരുന്ന്, ഉമ്മയുടെ ചികിത്സ, ഇതൊക്കെ വേണമെങ്കിൽ ഞാൻ കൂടുതൽ പണിയെടുക്കണം എന്ന ബോധത്തോടുകൂടെ കഠിനാധ്വാനം ചെയ്ത ആള്. അയൽവക്കക്കാരന്റെ മുന്നിൽ എന്റെ അഭിമാനം ചെറുതാവാൻ പാടില്ല. അതുകൊണ്ട് എൻ്റെ ഒരു നിലയും നിലവാരമൊക്കെ അള്ളാഹു തന്ന ഇസ്സത്ത് നിലനിർത്തണം. അതുകൊണ്ട് ഇല്ലായ്മയൊന്നും ആരും അറിയണ്ട. അതുകൊണ്ട് നന്നായിട്ട് പണിയെടുത്ത ആളുകളുണ്ടല്ലോ, അവർ ഖിയാമത്ത് നാളിൽ വരുമ്പോൾ അവരുടെ മുഖം ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന പോലെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ചിലര് അധ്വാനിക്കുന്നുണ്ട്, കഠിനാധ്വാനം ഉണ്ട്. അത് പൊങ്ങച്ചത്തിന് വേണ്ടിയാണെങ്കിൽ പൊങ്ങച്ചത്തിന് അധ്വാനിക്കുന്ന ആളോട് അള്ളാഹുവിന്റെ പ്രതികരണം റബ്ബവനോട് കോപിച്ചുകൊണ്ടായിരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ജീവിതത്തിൽ നമ്മളാരും ഗൗനിക്കുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു ചെറിയ ശ്രദ്ധ കൂടി കൂടുതൽ കൊടുത്താൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള അധ്വാനം വലിയ അമലായി തന്നെ ഒരു ജിഹാദ് എന്ന അതിനെ പരിഗണിച്ചിരിക്കുന്നത്, മതം പരിഗണിച്ചിരിക്കുന്നത് ജിഹാദ് എന്ന കുടുംബം പുലർത്താൻ വേണ്ടി ഓട്ടോറിക്ഷ ഓടിക്കാൻ പോകുന്നവരോട്, കുടുംബം പുലർത്താൻ വേണ്ടി കരിങ്കൽ ക്വാറികളിൽ മല്ലടിച്ച് ആ ചൂടത്ത് പൊള്ളുന്ന വെയിലിൽ അധ്വാനിക്കുന്നവരോട് നീ ജിഹാദിലാണെന്ന മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനങ്ങൾക്ക് അള്ളാഹിന്റെ ദീൻ സ്ഥാനം കൊടുക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ വേഗം പറയാം. ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ഇരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്വഹാബിയാണ് അനസ് റളിയല്ലാഹു അൻഹു. അപ്പൊ അനസ് റളിയല്ലാഹു അൻഹു ഹബീബിനോട് 8 ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ 8 ചോദ്യത്തിന്റെ കൃത്യമായ മറുപടി നമ്മൾ അത്ഭുതപ്പെടുത്തുന്നതാണ്. ആ 8 ചോദ്യങ്ങളൊന്ന് കേട്ടു നോക്കിക്കോട്ടോ. കുടുംബം പുലർത്തുന്നതിനൊക്കെ എത്ര സ്ഥാനാ കാണുന്നത്. ഇനി കേട്ടോളൂ ആ 8 ചോദ്യങ്ങൾ. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ റസൂലുള്ളാഹിയോട് ചോദിച്ച 8 ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, ഹബീബായ തങ്ങൾ ഈ 8 ചോദ്യത്തിന് കൊടുത്ത മറുപടി നമ്മൾക്ക് ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു. നമ്മുടെ കടം മാറും, കഷ്ടപ്പാട് മാറും, നമ്മുടെ ജീവിതം സന്തോഷത്തിലാകും, വിവാഹ ജീവിതം നന്നാവും, മക്കൾ നന്നാവും, ഒക്കെ അതിലുണ്ട് ആ 8 ചോദ്യോത്തരം. ഈ ദുനിയാവിൽ ഒരാൾക്ക് എല്ലാ നേട്ടങ്ങളും ഉണ്ടാവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ 8 കാര്യങ്ങൾ മതി. ഈ 8 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഭൂമി ഒരാൾക്ക് സ്വർഗമായി മാറും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ 8 കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഭൂമി അയാൾക്ക് സ്വർഗമാ. ഹദീസ് കേട്ടോളൂ. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു,
യാ റസൂലല്ലാഹ് റഗീഫൻ അതസദ്ദഖു ബിഹി അഹബ്ബു ഇലൈക അം മിഅത റകഅത്തിൻ തതവ്വുഅ. നബിയേ, എൻ്റെ കയ്യിൽ ഒരു റൊട്ടിയുണ്ട്, ഞാനത് സദഖ ചെയ്യലാണോ? ഒരു റൊട്ടി എന്ന ഭക്ഷണം എൻ്റെ കയ്യിലുണ്ട്, ഒരെണ്ണേ ഉള്ളൂ, അത് ഞാൻ സദഖ ചെയ്യലാണോ അതോ ഞാൻ 100 റക്അത്ത് നിസ്കരിക്കലാണോ ഉത്തമമെന്ന് അങ്ങയോട് ഞാൻ ചോദിച്ചാൽ അങ്ങ് ഏതാണ് മറുപടി പറയാ? റസൂലുള്ളാഹി പറഞ്ഞു, മോനെ, റഗീഫുൻ തതസദ്ദഖു ബിഹി അഹബ്ബു ഇലയ്യ മിൻ മിഅതൈ റക്അത്തിൻ തതവ്വുഅ. നിന്റെ കയ്യിലുള്ള റൊട്ടി നീ അത് ദാനം ചെയ്യുന്നതിന് 100 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കല്ല, 200 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാളും കൂലിയുണ്ടെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ ചോദ്യം, അതിന്റെ ആൻസർ. ഒന്നാമത്തെ ചോദ്യത്തിൽ ഉന്നയിച്ചത് 100 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച കൂലി എന്നാ. റസൂലുള്ളാഹി പറഞ്ഞു 100 അല്ല, 200-നേക്കാളും കൂലിയാ നിനക്ക്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഖളാഉ ഹാജത്തുൽ മുസ്ലിമി അഹബ്ബു ഇലൈക അം മിഅതു റക്അത്തിൻ തതവ്വുഅ. നബിയെ, ഒരു മുസ്ലിം സഹോദരന്റെ ഒരു ആവശ്യത്തിന് അവനെ സഹായിക്കുന്നതിനാണോ കൂലി കൂടുതൽ, അതോ 100 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുസ്ലിമായ സഹോദരന്റെ ആവശ്യം നിർവഹിച്ചു കൊടുക്കുക എന്നത് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അവിടെ 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാളും സ്ഥാനം അതാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത് ഞാൻ ചോദിച്ചു, തർക്കുൽ ലുഖ്മത്തിൻ മിനൽ ഹറാം അഹബ്ബു ഇലൈക അൽഫു റക്അത്തിൻ തതവ്വുഅ. നബിയേ, ഹറാമായ ഒരു കഷ്ണം ആഹാരം അകത്ത് പോകാതെ സൂക്ഷിച്ച് ജീവിക്കലാണോ അതോ 1000 റക്അത്ത് നിസ്കരിക്കലാണോ അങ്ങയുടെ മുന്നിൽ സ്ഥാനം കൂടുതൽ? സംശയിക്കണ്ട മോനെ, 2000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഹറാമായ ഒരു കഷ്ണം ആഹാരം ഉള്ളിൽ പോവാതെ സൂക്ഷിച്ച് ജീവിക്കുന്ന സ്വഭാവമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മൂന്നാമത്തെ ചോദ്യം, തർക്കുൽ ഗീബത്തി അഹബ്ബു ഇലൈക അം അൽഫു റക്അത്തിൻ തതവ്വുഅ. ഒരാളുടെ ഗീബത്ത് പറയുന്നതിനേക്കാളും ഒരാളുടെ ഗീബത്ത് പറഞ്ഞു പോവാണ്, അല്ലെങ്കിൽ ആ ഗീബത്ത് പറയുന്നതിനേക്കാളും ഒരാളുടെ ഗീബത്തൊന്ന് അല്പം പറയേണ്ടി വരും, അതാണോ അതോ 1000 റക്അത്ത് നിസ്കരിക്കലാണോ പ്രാധാന്യം? ഹബീബ് പറഞ്ഞു, ഗീബത്ത് ഒഴിവാക്കിക്കോ. ഗീബത്ത് ഒഴിവാക്കിയാൽ 10000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാളും കൂലിയുണ്ടെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബിയായ അനസ് റളിയല്ലാഹു അൻഹു ചോദിച്ച 5ാമത്തെ ചോദ്യം, നബിയെ, ഒരു വിധവയുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുക. ഒരു വിധവയായ പെണ്ണിന് സാമ്പത്തിക ആവശ്യങ്ങൾ, ഭക്ഷണ സംബന്ധമായ ആവശ്യങ്ങൾ, ജീവിക്കാനുള്ള സൗകര്യങ്ങളും സഹായങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുക, അതാണോ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടം, അതോ 10000 റക്അത്ത് നിസ്കരിക്കലാണോ? റസൂലുള്ളാഹി പറഞ്ഞു, വിധവയ്ക്ക് സേവനം ചെയ്യാ എന്നത് എനിക്ക് 30000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാളും ഇഷ്ടം അതാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ 6ാമത്തെ ചോദ്യം, യാ റസൂലല്ലാഹ്, അൽ ജുലൂസ് മഅൽ അയാനി അഹബ്ബു ഇലൈക അമിൽ ജുലൂസ് ഫിൽ മസ്ജിദി. നബിയെ, കുടുംബത്തിന്റെ കൂടെ, ഭാര്യയുടെ കൂടെ ഇരുന്നു കൊണ്ട് സംസാരിച്ച് സമയം കളയുന്ന ഒരു നേരമുണ്ട്. ഭാര്യയുമായി സന്തോഷത്തോടു കൂടെ ഇരുന്ന് വർത്താനം പറയണം. ആണുങ്ങൾക്ക് നേരമില്ല. ഭാര്യക്ക് കുറെ സംസാരിക്കാൻ, അവരായിട്ട് ഇരുന്ന് തനിച്ചിരുന്ന് സംസാരിക്കണം. കുറെയൊക്കെ ഒരു ദിവസത്തിൽ 24 മണിക്കൂർ 10 മിനിറ്റെങ്കിലും അവരെ അടുത്തിരുത്തി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ പറഞ്ഞ് അവരുമായി വർത്താനം പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ സംസാരങ്ങൾ കുറവാണ്. ഇത് സംസാരിക്കാൻ ഭാര്യ വന്നിരിക്കും, മൊബൈലായിട്ട് അങ്ങോട്ട് തിരിഞ്ഞിരിക്കും, ഭർത്താവ് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും. അതല്ല, മൊബൈലൊക്കെ ഒരു പരിധി കൂടുതൽ വീട്ടിൽ ഉപയോഗിക്കരുത്. അതൊക്കെ ഒരു സമയമാകുമ്പോൾ ജസ്റ്റ് പണ്ടത്തെ ആ റിങ് ചെയ്യുന്ന ആ മറ്റേ കേബിളൊക്കെ ഉള്ള മറ്റേ ഫോണുണ്ടല്ലോ, അത് ആ വരുന്ന സമയത്ത് മാത്രമേ അത് അറ്റൻഡ് ചെയ്യുള്ളൂ. അല്ലാത്ത സമയത്ത് അത് അവിടെ അലമാരി തന്നെ ഇരിക്കുക ചെയ്യുക, അലിമേശപ്പുറത്ത് ഇരിക്കുക ചെയ്യുക. അതുപോലെ തന്നെ മതി. ആ ലാൻഡ് ഫോണിൻ്റെ അതേ പ്രാധാന്യം കൊടുത്താൽ മതി കുടുംബത്തിൻ്റെ അകത്ത് ഈ സാധനത്തിന്. ഏതെങ്കിലും ഒരു നേരം വാട്സാപ്പ് നോക്കുക, അതൊരു കുറച്ച് നേരം നോക്കേണ്ടി വരും. അല്ലാതെ നിരന്തരം അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയല്ല. നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാവുന്നതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റിവെക്കാം. ഭാര്യയുമായി അല്ലെങ്കിൽ ഭർത്താവുമായി സംസാരിക്കുന്നതിനുള്ള ആ ടൈം നമ്മൾ ശരിക്കും കണ്ടെത്തണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ 6ാമത്തെ ചോദ്യം, നബിയെ, ഒരു പള്ളിയിൽ പോയി എഴുത്തിക്കാഫിരിക്കുന്നതിനാണോ കൂലി കൂടുതൽ, അതോ ഭാര്യയും ഭർത്താവും അടുത്തടുത്തിരുന്ന് വർത്താനം പറയുന്നതിനാണോ കൂലി കൂടുതൽ? റസൂലുള്ളാഹി പറഞ്ഞു, മോനെ,
കുടുംബത്തിന്റെ കൂടെ 1 മണിക്കൂർ ഇരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഇരിക്കുന്നതിന് കിട്ടുന്ന കൂലി മസ്ജിദുൻ നബവിയിൽ പോയി ഇഅ്തികാഫിരിക്കുന്നതിനേക്കാളും പ്രതിഫലമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് അൽ ജുലൂസു സഅതൻ ഇൻദൽ ഇയാലി അഹബ്ബു ഇലയ്യ മിനൽ ഇഅ്തികാഫി ഫീ മസ്ജിദി ഹാദാ. ഈ മസ്ജിദുൻ നബവിയിൽ വന്ന ഒരാൾ ഇഅ്തികാഫിരിക്കുന്നതിനേക്കാളും പ്രതിഫലം കൂടുതൽ ഭാര്യയുമായി വീട്ടിലിരുന്ന് ഇങ്ങനെ കുശലവും സ്നേഹവും പങ്കിട്ടിട്ടുള്ള ആ വർത്താനത്തിനാണെന്ന്, അതിനാണ് പ്രാധാന്യം കൂടുതലെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ജീവിതത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഭാര്യയും ഭർത്താവും വർത്താനം പറഞ്ഞിരിക്കുക എന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. ഹബീബിന്റെ ജീവിതത്തിൽ കാണിച്ചിട്ടുണ്ട്. ഇമാം നസായി, ബൈഹഖി, അഹ്മദ് ഇമാമിന്റെ മുസ്നദൊക്കെ ആ ഹദീസ് ഉദ്ധരിക്കുന്നതായി കാണാം. സ്വഹാബികൾ ചോദിച്ചല്ലോ, മാദാ തുഹിബ്ബു മിൻ ദുനിയാക യാ റസൂലല്ലാഹ്, നബിയെ അങ്ങയുടെ ദുനിയവിയായ ജീവിതത്തിൽ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടം, അങ്ങേക്ക് ആസ്വദിച്ച് മതിയാവാത്ത ഈ ദുനിയാവിന്റെ അനുഭവങ്ങൾ ഏതെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, എനിക്ക് 3 കാര്യങ്ങൾ ഭൂമിയിൽ നിന്നും അനുഭവിച്ചിട്ട് മതിയായിട്ടില്ല സ്വഹാബ എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഭൂമിയിൽ നിന്നും എനിക്ക് അനുഭവിച്ചിട്ട് ആസ്വദിച്ചിട്ട് മതിയാവാത്ത 3 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തേത് അത്വീബു, സുഗന്ധം, എനിക്ക് ആസ്വദിച്ചിട്ട് മതിയായിട്ടില്ല. രണ്ടാമത്തേത് എൻ്റെ ഭാര്യമാരും ഒത്തുമുള്ള അവരുമായി ഒത്തിണങ്ങിയിട്ടുള്ള ആ സന്തോഷ നിമിഷങ്ങൾ, ഭാര്യമാരുടെ കൂടെയുള്ള അനുരാഗത്തിന്റെ സമയങ്ങൾ, അതെനിക്ക് ആസ്വദിച്ച് മതിയാവാത്ത. മൂന്നാമത്തേത് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ കിട്ടുന്ന അള്ളാഹുവോടുള്ള ഹൃദയബന്ധത്തിന്റെ ഏകാഗ്രത. അത് വല്ലാത്തൊരു ഫീലിംഗ് ആണ്, അതും എനിക്ക് ആസ്വദിച്ച് മതിയായിട്ടില്ലെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ 6 ചോദ്യങ്ങൾ കഴിഞ്ഞു. 7ാമത്തെ ചോദ്യം, നബിയെ ഞാൻ ചോദിക്കട്ടെ, 7ാമത്തെ ചോദ്യം, യാ റസൂലല്ലാഹ്, അന്നഫഖതു അലൽ ഇയാലി അഹബ്ബു ഇലൈക അമിൻ നഫഖതു ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിലുള്ള സാധാരണ ദാനധർമ്മങ്ങളാണോ അതോ കുടുംബത്തിന് വേണ്ടി ചെലവ് ചെയ്യുക എന്നതൊരു ദാനധർമ്മമാണല്ലോ, ആ ദാനധർമ്മത്തിനാണോ പ്രാധാന്യം കൂടുതൽ? റസൂലുള്ളാഹി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കുടുംബത്തിന്റെ പേരിൽ ഒരാൾ ചെയ്യുന്ന 1 ദിർഹം ദാനം ചെയ്യല് മറ്റു കാര്യങ്ങളിൽ ചെയ്യുന്ന ദാനധർമ്മങ്ങളുടെ 1000 ഇരട്ടിയാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഹബ്ബു ഇലയ്യ മിൻ അൽഫി ദീനാർ യുൻഫിഖുഹു ഫീ സബീലില്ലാഹ്. കുടുംബത്തിന് 1 ദീനാർ ചെലവ് ചെയ്യുന്നത് പുറത്ത് കുടുംബമല്ലാത്തോടത്ത് ദാനധർമ്മം ചെയ്യുന്നതിൽ 1000 ചെലവ് ചെയ്യുന്നതിന്റെ സ്ഥാനത്ത് നിൽക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ 8ാമത്തെ ചോദ്യം, യാ റസൂലല്ലാഹ്, ബിർറുൽ വാലിദൈനി അഹബ്ബു ഇലൈക അം ഇബാദത്തു അൽഫി സന, നബിയെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്നതാണോ അതോ 1000 കൊല്ലം ഇബാദത്ത് ചെയ്യുക എന്നതാണോ കൂലി കൂടുതൽ? റസൂലുള്ളാഹി പറഞ്ഞു, യാ അനസ്, ജാഅൽ ഹഖ് വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂഖ ഫബിർറുൽ വാലിദൈനി അഹബ്ബു ഇലയ്യ മിൻ ഇബാദത്തി അൽഫി സന. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയ്ക്ക് ഏറ്റവും ഇഷ്ടം 1000 വർഷം ഇബാദത്ത് ചെയ്യുന്നതാണോ, 1000 വർഷം ഇബാദത്ത് ചെയ്യുന്നതാണോ അതോ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണോ ഏറ്റവും കൂലി കൂടുതൽ? റസൂലുള്ളാഹി പറഞ്ഞു, 2 ലക്ഷം വർഷം ഒരാളെ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളും കൂലി മാതാപിതാക്കൾക്ക് ഖിദ്മ ചെയ്യുന്നതിനാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജീവിതത്തിൽ വളരെ അധികം പ്രാധാന്യമുള്ളൊരു കാര്യമാണ് കുടുംബത്തിന് ചെലവ് ചെയ്യുക എന്നുള്ള കാര്യം. ഒരു ഹദീസ് കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ട്, അള്ളാഹു നമുക്ക് തരട്ടെ. ആ കൊട്ടാരത്തിന്റെ പ്രത്യേകത 5 ഗുണങ്ങൾ ഉള്ളവർക്കാണ് ആ കൊട്ടാരം കിട്ടുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സ്വർഗത്തിലൊരു കൊട്ടാരമുണ്ട്, ആ കൊട്ടാരം കിട്ടുന്നത് 5 ഗുണങ്ങളുള്ളവർക്കാണ്. ആ കൊട്ടാരത്തിന്റെ പ്രത്യേകത യുറാ ലാഹിറുഹാ മിൻ ബാത്തിനിഹാ വ ബാത്തിനുഹാ മിൻ ലാഹിരിഹാ. ഉള്ളിൽ നിന്ന് നോക്കിയാൽ ഒരു ഗ്ലാസ് പോലെ, ഒരു പളുങ്ക് പോലെ പുറത്തുള്ളത് മുഴുവനും കാണാം, പുറത്തു നിന്ന് നോക്കിയാൽ ഉള്ളു മുഴുവനും കാണാം. അത്രയും വലിയ അനുഗ്രഹീതമായ സോപ്പിൻ കുമിളയുടെ തിളക്കം പോലെ തിളങ്ങുന്ന നല്ല മനോഹരമായൊരു കൊട്ടാരം, ഒരു ചില്ലു കൊട്ടാരം, ഒരു പളുങ്കു കൊട്ടാരം സ്വർഗത്തിൽ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന്, അള്ളാഹുവെ നീ ഞങ്ങൾക്ക് നസീബാക്കണേ അല്ലാ എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 5 ഗുണങ്ങളുണ്ട് എങ്കിൽ ആ കൊട്ടാരം നമുക്ക്, സ്വഹാബികൾ ചോദിച്ചു, വമൻ സുക്കാനുഹാ യാ റസൂലല്ലാഹ്, നബിയേ ആ കൊട്ടാരത്തിൽ ആരാണ് താമസിക്കുക, പാർക്കുക?
റസൂലുള്ള പറഞ്ഞു, ഒന്നാമത്തെ 5 ഗുണങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ഗുണം അല്ലദീന യുത്ഇമൂന തആം, ധാരാളം ഭക്ഷണം ദാനം ചെയ്യുന്ന ആളുകൾ. അന്നദാനം നടത്താം. ദിക്ർ ഹൽക്കയുടെ വാർഷികം വരുമ്പോൾ ആ ആള് മൊത്തത്തിൽ അന്നദാനം അങ്ങ് ഏറ്റെടുക്കാം. അങ്ങനെയൊക്കെ ഉണ്ട്. ഭക്ഷണം ദാനം ചെയ്യുന്നവർ, ഉസ്താദുമാരുടെ ചെലവ് കൊടുക്കുന്നവർ, മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവർ, യതീം ഖാനകളിലേക്ക് ആഹാരം വെച്ചു കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി വിളമ്പി കൊടുക്കുന്നവർ, ഓത്തുചോറ് കൊടുക്കുന്നവർ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഭക്ഷണം ദാനം ചെയ്യാ. ഞാൻ ചോദിക്കട്ടെ, ഭക്ഷണം ദാനം ചെയ്യുന്നതിന്റെ ഒരു പ്രധാന ഘട്ടമാണ് കല്യാണത്തിന് ഭക്ഷണം കൊടുക്കല്. ആരെങ്കിലും അത് ദാനധർമ്മമാണെന്ന് ചിന്തിക്കാറുണ്ടോ? അത് പൊങ്ങച്ചത്തിന് വേണ്ടിയില്ല. അപ്പുറത്തെ വീട്ടുകാരൻ നടത്തിയത് 500 പേരുടെ ബിരിയാണിയാണെങ്കിൽ നമുക്ക് 1000 പേര്, അല്ല 700 പേരെ വിളിച്ചിട്ടുള്ളൂ. എന്നാലും ഇരിക്കട്ടെ, ബാക്കി 300 കുഴിച്ചു മൂടോ എന്തെങ്കിലും ചെയ്യാം. പൊങ്ങച്ചത്തിന് വേണ്ടി ചെയ്താൽ കൂലി കിട്ടില്ല. അള്ളാന്റെ മാർഗത്തിൽ ഞാൻ ഈ കൊടുക്കുന്ന ഭക്ഷണത്തിന് എനിക്ക് ഗുണം കിട്ടണം, കൂലി കിട്ടണം നെയ്യത്ത് ചെയ്തിട്ട് കല്യാണത്തിന്റെ ഭക്ഷണം കൊടുത്തോ സുന്നത്താ, വലീമത്ത് സുന്നത്താണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഔലിം വലൗ ബിശാ, നിക്കാഹിന് ശേഷം കൊടുക്കുന്ന ഭക്ഷണം വലീമത്താണ്. നിക്കാഹ് കഴിഞ്ഞിരിക്കണം ഈ ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ്. അതാണ് അതിന്റെ നിബന്ധന. അത് അമലാവണമെങ്കിൽ, ആ ഭക്ഷണം കൊടുക്കൽ അമലാവണമെങ്കിൽ നിക്കാഹിന് ശേഷമാണ് ഭക്ഷണം കൊടുക്കൽ ഉണ്ടാവേണ്ടത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി പറഞ്ഞു, ഒരു ആടിനെ അറുത്തിട്ടാണെങ്കിലും ഈ ഭക്ഷണം, കല്യാണത്തിന്റെ ഭക്ഷണം നടത്തണം എന്നാ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു വലിയ ഇബാദത്താണെന്ന ബോധം കല്യാണ ആർഭാടങ്ങളിൽ നമ്മൾ മറന്നു പോവാണ്. വലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും എന്ന് ഖുർആൻ. അള്ളാനെ മറന്ന് ചെയ്യുന്ന പണികളും പ്രവൃത്തികളും ഒക്കെ കല്യാണത്തിൽ കൂടുതലായതുകൊണ്ട് അതൊരു അമലാണെന്ന ബോധം നമ്മളിൽ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് ഒരു പ്രത്യേക മറവി അള്ളാഹു തന്നിരിക്കാം. അത് തന്നെയാണ് ഖുർആനും പറഞ്ഞത്. അള്ളാനെ മറന്ന് ജീവിക്കുന്നവർക്ക് അമലാണെന്ന തോന്നൽ അള്ളാഹു മറവിയാക്കി കളയും എന്ന് പരിശുദ്ധ ഖുർആൻ. വലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ. അപ്പൊ ഏതായാലും ഭക്ഷണം ദാനം ചെയ്യുന്നവരാണ്. ആ 5 പദവിയിൽ 5 കാര്യങ്ങളിൽ ഒന്ന് ഭക്ഷണം ദാനം ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് യുതയ്യിബൂനൽ കലാം, വൃത്തിയുള്ള വർത്താനം മാത്രം പറയാം. അത് സ്വന്തം ഭാര്യയോട് പോലും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സ്വന്തം ഭാര്യയോട് പോലും വർത്താനത്തിലൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവണം. നല്ല സംസാരങ്ങൾ മാത്രം സംസാരിക്കുന്നവർക്ക് ആ സ്വർഗത്തിന്റെ ആ കൊട്ടാരം. മൂന്നാമത്തെ ഗുണം വയുദീമൂന സിയാം, നോമ്പ് പതിവുള്ളവർക്ക്, നോമ്പ് മുടങ്ങാതെ നോമ്പെടുക്കുന്നവർക്ക് ആ കൊട്ടാരമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി വയുഫ്ശൂന സലാം. നാലാമത്തെ ഗുണം, എല്ലാ മുഅ്മിനീങ്ങളോടും സലാം മടിയില്ലാതെ പറയുന്ന, സലാം പറയാൻ ഒരു മടിയില്ലാത്ത സ്വഭാവം അങ്ങനെയുള്ളവർക്കാണ്. അഞ്ചാമത്തെ ഗുണം, ജനങ്ങൾ കിടന്നുറങ്ങുമ്പോൾ പാതിരാക്ക് നിസ്കരിക്കുക എന്ന ഗുണം. ഈ 5 ഗുണം ഉണ്ടാവണം. 1 ഭക്ഷണം ദാനം ചെയ്യൽ, 2 നല്ല നിലവാരമുള്ള വർത്താനം പറയൽ, 3 നിത്യവും നോമ്പുണ്ടാവല്, 4 സലാം പ്രചരിപ്പിക്കുന്നതിൽ മടി ഒഴിവാക്കല്, 5-മത്തേത് ജനങ്ങളൊക്കെ ഉറങ്ങുന്ന നേരത്ത് നിസ്കരിക്കല്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സ്വഹാബികൾ ഇത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. നമുക്കിപ്പോൾ ഇത് കേൾക്കുമ്പോൾ തോന്നും, പടച്ചോനെ ഇതൊക്കെ എനിക്ക് പറ്റുന്ന കാര്യങ്ങളാണല്ലോ, വളരെ നിസ്സാരമാണല്ലോ. അള്ളാഹുവിൻ്റെ തൗഫീഖില്ലാതെ ഇതൊന്നും ചെയ്യാൻ പറ്റൂല. അള്ളാഹു അതിന് കനിയണം നമ്മെ. അള്ളാഹു കനിയട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കേട്ടോളൂ, സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇന്ന ഹൗലാഇ അഹ്ലുൽ ലിദാലിക വമൻ യുതീഖു ദാലിക, ഈ പറയുന്നതൊക്കെ ചെയ്യാൻ പറ്റിയ മഹാന്മാരൊക്കെ ഉണ്ടാവും. ഈ 5 കാര്യങ്ങൾ, ഈ 5 കാര്യം ചെയ്താൽ സ്വർഗത്തിലെ പളങ്കു കൊട്ടാരം നമുക്ക് കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പക്ഷേ ഞങ്ങൾക്ക് കഴിയൂല നബിയെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി പറഞ്ഞു, എളുപ്പവഴിയുണ്ട്. ഈ 5നും പരിഹാരമുണ്ട്, എളുപ്പവഴിയുണ്ട്. എന്താ ഈ 5 പരിഹാരം, എളുപ്പവഴി? ഒന്നാമത്തേത് എന്താ പറഞ്ഞത്? ഭക്ഷണം ദാനം ചെയ്താൽ കിട്ടുമെന്നാ പറഞ്ഞത്. ആ ഭക്ഷണം ദാനം ചെയ്യൽ കുടുംബം പുലർത്താൻ വേണ്ടിയുള്ള ഭക്ഷണം ദാനം ചെയ്യലായാൽ മതി. അപ്പൊ തന്നെ അത് കിട്ടുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബത്തിന് ചെലവ് കൊടുക്കുമ്പോൾ നെയ്യത്ത് വെക്കുക, പടച്ചോനെ ഇതിന് കൂലി കിട്ടണമെന്ന്. അങ്ങനെ നെയ്യത്ത് ചെയ്താൽ തന്നെ ഈ പറഞ്ഞ ഭക്ഷണം ദാനം ചെയ്യുക എന്ന ആ 1-മത്തെ പദവി ഒരാൾക്ക് കരസ്ഥമാക്കാൻ പറ്റും. പിന്നെ പറഞ്ഞത് രണ്ടാമത് പറഞ്ഞത് നല്ല വർത്താനങ്ങൾ പറയണം, സ്റ്റാൻഡേർഡുള്ള നിലവാരമുള്ള വർത്താനം പറയണം എന്നാണ് പറഞ്ഞത്. അതിന് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ ഇങ്ങനെ വർദ്ധിപ്പിച്ചാൽ മതി, സംസാരവും നന്നായിക്കോളും. മൂന്നാമത് പറഞ്ഞത് എപ്പോഴും നോമ്പ് പിടിക്കണം എന്നാ. വേണ്ട, എപ്പോഴും പിടിക്കേണ്ട. റമളാനിലത് വളരെ ആത്മാർത്ഥമായി പിടിച്ചാൽ അത് മതി. 4-മത് പറഞ്ഞത് സലാം പ്രചരിപ്പിക്കുക എന്നുള്ളതാ. അത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ എല്ലാവരോടും സലാം പറഞ്ഞു തുടങ്ങുക. നമ്മുടെ സമൂഹത്തിൽ നാം കാണുന്നവരോടൊക്കെ അത്യാവശ്യമൊക്കെ സലാം പറഞ്ഞാൽ
പറഞ്ഞാൽ അത് മതിയാകുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഞ്ചാമത് പറഞ്ഞ ഗുണം ജനങ്ങളൊക്കെ ഉറങ്ങുമ്പോൾ നിസ്കരിക്കുക എന്നുള്ളതാണ്. അതിന് സുബഹിയും ഇശാഉം ജമാഅത്തായി നിസ്കരിച്ചാൽ ജനങ്ങളൊക്കെ ഉറങ്ങുമ്പോൾ നിസ്കരിച്ചു എന്ന ഹയാത്താക്കിയ പദവി നമുക്ക് കിട്ടുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ അർത്ഥത്തിൽ നമ്മുടെ മുന്നിൽ വലിയ നന്മകൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിരിക്കാം. ജീവിതത്തിൽ പകർത്തണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.